അണ്ണാ സർവകലാശാലയിലെ പീഡനക്കേസിൽ DMK സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കെ അണ്ണാമലൈ. 48 ദിവസത്തെ വ്രതം BJP സംസ്ഥാന അധ്യക്ഷൻ ആരംഭിച്ചു. സ്വയം ചാട്ടവാർ കൊണ്ട് അടിച്ചാണ് വ്രതം ആരംഭിച്ചത്. DMK സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് അണ്ണാമലൈ പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, അണ്ണാ സർവകലാശാലയിലെ പീഡനക്കേസിൽ DMK സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രതിഷേധ സൂചകമായി 48 ദിവസത്തെ വ്രതമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആരംഭിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ. തീർച്ചയായും രോഹിണി, നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി, അതായത് അവിടെ കാളിപൂജയുടെ ഭാഗമായി നടത്തുന്ന ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായുള്ളൊരു ചടങ്ങാണിത്. ഇത്തരത്തിലൊരു ചടങ്ങ് സ്വയം ചാട്ടവാർ കൊണ്ട് അടിക്കുന്ന ഒരു രീതി, അത് പല ആവശ്യങ്ങൾ, പല നേർച്ചകളുടെ ഭാഗമായെല്ലാം തന്നെ നടത്തുന്ന ഒരു രീതിയാണ്. ഇത്തരത്തിലൊരു സ്വയം ചാട്ടവാർ അടിച്ചുകൊണ്ട് ഈ 48 ദിവസം വ്രതം അനുഷ്ഠിക്കും, അതായത് DMK സർക്കാരിനെ താഴെ ഇറക്കും വരെ എന്ന നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, അതീവ ഗൗരവമേറിയ ഒരു വിഷയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ആ വിഷയം, അതായത് ഡിസംബർ 23 അണ്ണാ സർവകലാശാലയിലുണ്ടായ അതിക്രമം, സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമം, അത് കൈകാര്യം ചെയ്ത DMK സർക്കാർ അത് കൈകാര്യം ചെയ്ത രീതി, അണ്ണാ സർവകലാശാലയിലെ ഈ പ്രശ്നം കൈകാര്യം ചെയ്ത രീതി, ഇതെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. അത് ആ കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിനിയുടെ ബലാത്സംഗം ഉണ്ടാവുകയും ആ പുരുഷ സുഹൃത്തിനെ, കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ ആക്രമിക്കുകയും ചെയ്ത അതീവ ഗുരുതരമായൊരു വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ അനാസ്ഥ ഉണ്ടായി എന്ന് തന്നെയാണ് തമിഴ്നാട് മുഴുവനും ഉണ്ടാകുന്ന ഒരു ആരോപണം. ആ ഒരു സാഹചര്യത്തിലാണ് ശക്തമായൊരു പ്രതിഷേധത്തിന് ഇദ്ദേഹം അണ്ണാമലൈ പുറപ്പെട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തത്. 48 ദിവസം അദ്ദേഹം കഠിനമായ വ്രതം അനുഷ്ഠിക്കും, ചെരുപ്പിടാതെയും അതുപോലെ ഇത്തരത്തിലുള്ള ചാട്ടവാർ കൊണ്ട് സ്വയം അടിച്ച് അത്തരത്തിലുള്ള ഈ നേർച്ചയുടെ ഭാഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകളുടെ ഭാഗമായുള്ള ക്രിയകൾ എല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. തീർച്ചയായും വലിയ ആത്മരോക്ഷത്തോടെ തന്നെയാണ് അദ്ദേഹം ഈ നിലപാടുകളെല്ലാം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാവുന്നതാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കടുത്ത നിലപാടിനെ വല്ലാത്തൊരു രീതിയിൽ വളരെ വൈകാരികമായി തന്നെയാണ് പ്രവർത്തകർ നേരിടുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, സ്ത്രീകൾക്കെതിരായ ഒരു അതിക്രമം നടന്നാൽ അതിനെ വളരെ ലളിതവൽക്കരിക്കുന്നൊരു നീക്കം നടക്കുന്നതിനെ അംഗീകരിക്കാനാവില്ല എന്ന കർശന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. 48 ദിവസവും കഠിനവ്രതം നടത്തും എന്ന ഒരു നിലപാടും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഏറെ ഗൗരവതരമായൊരു വിഷയം തന്നെയാണ്. തമിഴ്നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ഗുരുതരമായ സ്ത്രീപീഡന കേസുകളും അതുപോലുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്ന കടുത്തൊരാരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.